കുംഭമേളമാണ് ശരിക്കും. അപ്പൊ ശ്രീരാമചന്ദ്രന്റെ അതേ സിദ്ധാന്തത്തില് ആകൃഷ്ടനായിട്ട് ആയുധം താഴെ വെച്ച് നിത്യ തപസ്സിനായിട്ട് പോയി അതിനുശേഷം ശ്രീരാമ സിദ്ധാന്തത്തെ നടപ്പിലാക്കി ഭാർഗവ നിലയം എന്ന് പറയുന്ന ക്ഷേത്രഭൂമിയെ സൃഷ്ടിച്ച് അവിടെ ഈ വരൾച്ചയിൽ നിന്നും പശ്ചിമഘട്ടത്തിന്റെ ഇരുമുടിയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ശബരി പീഠത്തില്, ശബ്ദത്തിന്റെ പീഠത്തില്, ജലത്തിന്റെ പീഠത്തില്, ശബരം എന്ന് പറഞ്ഞ ജലമാണ്, ആ ജലത്തിന്റെ പീഠത്തില് ഈ ശിവന്റെയും വിഷ്ണുവിന്റെ മായാമോഹിനി ഭാവമായിരിക്കുന്ന കരിനീലിയുടെയും പുത്രനായിട്ട് ജനിച്ച ശാസ്താവ് അറിവിനെ, ആ മഹാശാസ്ത്രത്തെ, ശ്രീധർമ്മശാസ്ത്രത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ദ്രവ്യ ഇടത്തെ എന്ന് പറഞ്ഞാൽ ആകാശത്തിലൂടെ വാതക രൂപത്തിൽ പോകുന്ന ജലത്തെ ദ്രാവകമാക്കി മാറ്റി ദ്രവ്യ ഇടങ്ങളെ സൃഷ്ടിക്കുന്ന, ദ്രാവിഡ പീഠങ്ങളെ സൃഷ്ടിക്കുന്ന രീതിയിൽ ശ്രീധർമ്മശാസ്താവിനെ ശബരിമലയിൽ പ്രതിഷ്ഠിച്ച് ഉറപ്പിച്ച ആ ശ്രീധർമ്മശാസ്ത്രം, ആ ആര്യ സിദ്ധാന്തം, ആ ആര്യൻകാവ് തന്നെയാണ് ശബരിമലയിൽ. ഇതെല്ലാം ഒരൊറ്റ വ്യക്തിയുടെ ജനനം കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ്. വില്ലൊടിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ. യുദ്ധക്കുതിയന്മാരായിട്ടുള്ള രാജാക്കന്മാരെ, ക്ഷത്രിയ വീരന്മാരെ മുഴുവൻ മാളത്തിൽ ഒളിപ്പിച്ച വേദ സിദ്ധാന്തമാണ് ശ്രോതാഗ്നിയിൽ ജ്വലിപ്പിച്ചുയർത്തിയ മിഥിലയിലെ സിദ്ധാന്തം. ആ സിദ്ധാന്തമാണ് പരശുരാമന്റെ ആയുധം താഴെ വെപ്പിച്ചത്. ആ സിദ്ധാന്തമാണ് മൃത്യുശാസന ചാപ സിദ്ധാന്തം. ആധ്യാത്മികം, ആദിഭൗതികം, ആദിജൈവികം എന്ന് പറയുന്ന പാപത്രയത്തെ, ആ പാപത്രയത്തിന്റെ ത്രയംബകത്തെ കുലച്ചൊടിച്ച സിദ്ധാന്തമാണ്. ആ സിദ്ധാന്തമാണ് എന്ത് പറഞ്ഞപ്പോഴാണ് ലോകം മനന വേഗത്തിൽ യുദ്ധവിചാരത്തിൽ നിന്നും വേദവിചാരത്തിലേക്ക് മാറിയത്. യുദ്ധം സംഭവിച്ചു, വിദ്വം സംഭവിച്ച് അംഗപരിമിതർ പെരുകിയ നാടായിരുന്ന മിഥിലയെ സീമന്തമണിയിച്ച ആ സിദ്ധാന്തം എന്തായിരിക്കും? ആ സിദ്ധാന്തമാണ് റീഓപ്പൺ ചെയ്തത്. അത് റീഓപ്പൺ ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് ദൈവം എന്താണ്. ആ ശാസ്ത്രമാണ് ജനങ്ങൾ അറിയേണ്ടത്. അറിയുമ്പോൾ നമ്മളെല്ലാവരും ഒന്നാകും, ലോകം ഒന്നാകും. ഇത്രയും വലിയ ശാസ്ത്ര രഹസ്യമാണ് ഈ ത്രേത സിദ്ധാന്തം. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതാണ്, എല്ലാ മതങ്ങളെയും സന്തോഷിപ്പിക്കുന്നതാണ്. അവരുടെ എല്ലാം മതങ്ങൾ ആചരിക്കുന്നതെല്ലാം സത്യമാണെന്ന് തെളിയുന്നത് കൂടിയാണ്. പക്ഷെ ഇതിപ്പോ നമ്മൾ ഇതിനെല്ലാം അന്ധമായിട്ടാണ് കാണുന്നത്. ഇതിന്റെ സയൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നു, ശാസ്ത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു, ശാസ്ത്രീയ വീക്ഷണം നഷ്ടപ്പെട്ടിരിക്കുന്നു, ശാസ്ത്രവും തിയോളജിയും തമ്മിൽ ഒരുപാട് അകന്നു പോയിരിക്കുന്നു. ദൈവശാസ്ത്രവും ദൈവവും തമ്മിൽ ഒരുപാട് അകന്നു പോയിരിക്കുന്നു. അതുകൊണ്ടാണ് എന്ന് തെളിയുന്ന രീതിയിൽ ഇത് നമ്മളിലേക്ക് നിറയും. ഇപ്പൊ നമ്മള് കുംഭമേള നടക്കുമ്പോ നമ്മ അങ്ങ് വിചാരിച്ചിട്ടില്ല എത്രാമത്തെ കുംഭമേളയായിരിക്കും. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണല്ലോ. കലിയുഗത്തില് 35ാമത്തെ മഹാകുംഭമേളയാണ് നടക്കുന്നത്. മഹാകുംഭമേള 35ാമത്തെ കലിയുഗത്തിലെ. ദ്വാപരയുഗത്തില് ഇതിന്റെ സംഖ്യ എത്രയാണെന്നറിയോ? എത്ര കുംഭമേള കഴിഞ്ഞിട്ടുണ്ടെന്നറിയാം? 6001 കുംഭമേള കഴിഞ്ഞു. 6001 കുംഭമേള ദ്വാപരയുഗത്തിൽ കഴിഞ്ഞു. കലിയുഗത്തില് 35 കുംഭമേളയും കഴിഞ്ഞു. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ലോകത്ത് മറ്റെവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? ഇല്ല. അതിനു മുമ്പ് ത്രേതായുഗം. ആ ത്രേതായുഗത്തില് ആണ്, ആ ത്രേതായുഗത്തിന്റെ എൻഡിലാണ് ശ്രീരാമേന്ദ്രനുള്ളത്. അപ്പോ ആ ത്രേതായുഗത്തില് കുംഭമേള നടന്നിട്ടുണ്ടോ? അതും ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഇതിന്റെ എണ്ണം കിട്ടും. എത്രാമത്തെ കുംഭമേള എങ്ങനെ പോയാലും 6036 കുംഭമേള നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. മഹാകുംഭമേളയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അതല്ലാതെ 12 വർഷം കൂടുമ്പോൾ 4 ദിക്കിലും 4 കുംഭമേളകൾ നടക്കുന്നുണ്ട്. 12 വർഷത്തിൽ 4 കുംഭമേള നടക്കുന്നുണ്ട്. അർദ്ധകുംഭമേളയുണ്ട്, അത് 6 വർഷം കൂടുമ്പോ നടക്കുന്നുണ്ട്. അർദ്ധകുംഭമേള നടക്കുന്നുണ്ട്. 12 വർഷം കൂടുമ്പോ പൂർണ്ണ കുംഭമേള നടക്കുന്നുണ്ട്. 12 × 12 144 വർഷം കൂടുമ്പോ മഹാകുംഭമേള നടക്കുന്നുണ്ട്. ഇപ്പോ ശ്രീരാമചന്ദ്രന്റെ ആ കാലം തൊട്ട് ഇങ്ങോട്ട് എണ്ണിയാൽ 6036 ഏറ്റവും ചുരുങ്ങിയത് കുംഭമേള ഇപ്പോ നടക്കുന്നു. എനിക്ക് തോന്നുന്നത് കണക്കൂട്ടൽ, അതായത് ത്രേതായുഗത്തില്
എത്ര നാള് കൂടി പിന്നീടുണ്ടായിരുന്നു? ഏകദേശം ഒരു കുംഭമേളയെങ്കിലും അവിടെ നടന്നിട്ടുണ്ടാവണം ത്രേതായുഗത്തില്. അത് കഴിഞ്ഞാൽ പിന്നീട് അപ്പൊ അങ്ങനെ കൂട്ടിയാലും 6037 കുംഭമേളകളോ 38ാമത്തെ കുംഭമേളയോ ആയിരിക്കാം ഇപ്പോൾ നടക്കുന്ന ഈ മഹാകുംഭമേള. ഇത് ശാസ്ത്ര വിജയമാണ്. ഈ ഭൂമിക്ക് വേണ്ടിയിട്ട്, ഈ ഭൂമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ ശിവന് വേണ്ടിയിട്ട്, ഈ മഹാദേവന് വേണ്ടിയിട്ട്, ഈ ചന്ദ്രനാഥനായിരിക്കുന്ന ഭൂമിയുടെ പരിശുദ്ധിക്ക് വേണ്ടിയിട്ട് ഒരു രാവും പകലും ഉറങ്ങാതെ ശിവനെ തന്നെ ധ്യാനിച്ച് ആ ശിവന്റെ മുഴുവൻ വിഷാംശങ്ങളെയും പാർവതി ഖണ്ഡത്തിൽ പൊത്തിപ്പിടിച്ചുറങ്ങാതിരുന്ന ആ രാവ് പോലെ ഈ ഭൂമിയെ വിഷത്തിൽ നിന്നും മുക്തമാക്കുന്നതിനെ കുറിച്ചും ഈ ജീവലോകത്തെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചും ആലോചിച്ചുകൊണ്ട് ഈ ഭൂമി ഭക്തരായിട്ടുള്ള ജനത ഉറങ്ങാതെ യമുനയുടെ തീരത്ത് ഒത്തുകൂടും. ലോകത്തെ എല്ലാ പുണ്യ തീർത്ഥങ്ങളിലും ശിവരാത്രി നാളില് ജനങ്ങൾ ഒത്തുകൂടും. ഇത് ശരിക്കും ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തെമ്പാടും ഈ ഭൂമിയെ സംരക്ഷിക്കാൻ മതത്തിനും രാഷ്ട്രീയത്തിനും ജാതിക്കുമൊക്കെ അതീതമായിട്ട് ഈ ഭൂമിയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ജീവനാഡിയായിട്ട് ഒഴുകുന്ന നദികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, പരിശുദ്ധിക്ക് വേണ്ടിയിട്ട്, ആ കാളിയമായിട്ടുള്ള വിഷങ്ങളെ നിർമാർജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർവ ഭൂമി ഭക്തരും ഭൂമിയെ ഒരേ സമയം തന്നെ പിതാവായും ഒരേ സമയം തന്നെ മാതാവായും കാണുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത് ഭാരതത്തിന്. ഭാരതത്തിന്റെ ഏറ്റവും വലിയ ദൈവം ഈ ഭൂമിയാണ്. ത്രിമൂർത്തികളിൽ ഏറ്റവും പ്രധാനി ഈ ഭൂമിയാണ്. ഈ ചന്ദ്രനാഥനാണ്, ഈ ജീവധരനാണ്, ഈ ഗംഗാധരനാണ്, ഈ ദിഗംബരനാണ്, ഈ ഭസ്മലേപനാണ്. അപ്പോ ആ ശിവനെ സംരക്ഷിക്കുന്നതിന് ഈ മഹാദേവനെ, മണ്ണ് പ്ലസ് ജലം സമം മഹാദേവൻ സമം പ്രോട്ടം, ഈ പ്രത്യക്ഷ ഗണത്തെ, ഈ സ്ഥൂല ഗണത്തെ, നമ്മളുടെ ശരീരത്തിന് കാരണമായിരിക്കുന്ന തമോ ഗുണകാരനായിരിക്കുന്ന ഈ ശിവ ഭഗവാനെ, നമ്മുടെ ദേഹത്തിന് കാരണമായിരിക്കുന്ന ഈ ദേവനെ, ഈ ദേശത്തെ മാലിന്യത്തിൽ നിന്ന് മുക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, വിഷാംശങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാം. ഞാൻ ഇത് സത്യത്തിലോട് ഇത് കേൾക്കുമ്പോ അങ്ങോട്ടൊന്നും പറയാതെ ഞാൻ ഇരുന്നു പോയി കുറച്ചു നേരം. കലിയുഗം തുടങ്ങിയിട്ട്, അതായത് കൃഷ്ണൻ പോയതിനു ശേഷം കലിയുഗം, ആ കലിയുഗത്തിലെ 35 കുംഭമേള, മഹാകുംഭമേള അറിയേണ്ടത്, ഇതാണ് അറിയിക്കേണ്ടത്. അതെ. ദ്വാപരയുഗത്തില്, ത്രേതായുഗത്തിലാണ് ശ്രീരാമചന്ദ്രന്റെ ഫസ്റ്റ് കുംഭമേള നടക്കുന്നത്. ഈ ശാസ്ത്ര വിജയം നടക്കുന്നത്. പ്രയാഗിലേക്ക് ജനങ്ങൾ പ്രവാഹം ചെയ്തത്, ശാസ്ത്ര വിജയത്താൽ മഴ പെയ്തത്, ആകാശവും അതായത് സരസ്വതിയും മഴയും ഗംഗയും യമുനയും ഒന്നിച്ചു ചേർന്ന ആ അത്ഭുതമായിട്ടുള്ള മഴ, ആ മഴയില് ജനങ്ങള് ആനന്ദ നൃത്തമാടിയ ആ കാലഘട്ടമാണ് ആഘോഷിക്കുന്നത്. അപ്പൊ അത്രയും വലിയ ശാസ്ത്ര വിജയം അത് പൂർണ്ണമായിട്ടും ദ്വാപരയുഗത്തിലെ 6001 മഹാകുംഭമേളകൾ ആഘോഷിച്ചിട്ടുണ്ട്. 6001, 1, 2 അല്ല, മഹാകുംഭമേളകൾ. ഇങ്ങനെയുള്ള അറിവുകളൊന്നും പരാമർശിക്കപ്പെടാതെയാണ് ഇപ്പോഴും കുംഭമേള നടക്കുന്നതെന്ന് തോന്നുന്നു. അറിയില്ല. കലിയുഗത്തിലെ 35 കുംഭമേള. ഇത്തരമുള്ള അറിവല്ലേ വരും തലമുറയ്ക്ക് നമ്മൾ വളരെ അത്യന്താപേക്ഷിതമായി കൊടുക്കേണ്ടത്. അപ്പോ മോഹൻജി, ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പൊ നടക്കുന്ന കുംഭമേള ഏറ്റവും ചുരുങ്ങിയത് 6036ാമത്തെ കുംഭമേളയായിരിക്കും ഈ നടക്കുന്നത്. അല്ലെങ്കിൽ 6037 അതായിരിക്കാം. ഈ അറിവാണ് നമ്മുടെ മാധ്യമങ്ങള് വിതരണം കൊടുക്കേണ്ടത്. ഋഷീശ്വരന്മാരല്ലേ, താപസന്മാര്, നമ്മുടെ സന്യാസി ശ്രേഷ്ഠന്മാര്, പണ്ഡിതന്മാരെല്ലാം ഇത്തരത്തിലുള്ള അറിവുകള് വരും തലമുറയ്ക്ക് പകർന്നു കൊടുത്തെങ്കിലേ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാവുകയുള്ളൂ. നമ്മൾ കുംഭമേളയെ കുറിച്ചും കുംഭമേള എന്നുണ്ടായി എന്നുള്ള ഉത്ഭവത്തെ കുറിച്ചും ഇപ്പൊ നടക്കുന്ന കുംഭമേളയെ കുറിച്ചും ശബരിമലയെ കുറിച്ചും കണക്ട് ചെയ്ത് പറഞ്ഞു തന്നപ്പോ ശരിക്കും അതിന്റെ ആനന്ദം കൊണ്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുന്നു. സർവ മതത്തിലെ വേദപണ്ഡിതന്മാരുടെയും നല്ല നാസ്തികവാദികളുടെയും നമ്മുടെ മുഴുവൻ ആചാര്യന്മാരുടെയും മറഞ്ഞുപോയ മുഴുവൻ പൂർവികർ, മുഴുവൻ മാതൃലോകത്തിന്റെയും ഈ മഹാവൃക്ഷ പ്രകൃതിയുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. സന്തോഷം.
ഓക്കെ.